കേരള രാഷ്ട്രീയത്തിലെ സൈദ്ധാന്തിക സിംഹം എം.എ. ബേബി സഖാവ് വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM നേതാക്കൾക്ക് ഒരു പ്രത്യേക തരം വിറയൽ വരാറുണ്ട്. അതിന്റെ പേരാണ് ശബരിമല. പണ്ട് നവോത്ഥാനത്തിന്റെ കുത്തക ഏറ്റെടുത്ത് മതിൽ കെട്ടി വിശ്വാസികളെ വെല്ലുവിളിച്ച് നടന്ന ഇതേ ബേബി ഇപ്പോൾ നടത്തുന്ന പുതിയ പ്രസ്താവനകൾ കേട്ടാൽ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകും. എന്താണ് സഖാവ് ഇപ്പോൾ പറയുന്നത്? പയ്യന്നൂരിലെ ഫണ്ട് മുക്കിയതിനെ അദ്ദേഹം എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ശബരിമലയുടെ കാര്യം നോക്കാം. എം.എ. ബേബി ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ഈ ശബരിമല എന്ന് കേട്ടിട്ടേ ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം എന്ന്. സഖാവിന്റെ പുതിയ ലൈൻ ഇതാണ്: പാർട്ടിയോട് കോടതി ഇപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് പാർട്ടിക്ക് ഇതിൽ നിലപാടില്ല, എല്ലാം സർക്കാർ തീരുമാനിച്ചോളും. കേൾക്കാൻ എന്ത് രസം സഖാവേ! ഈ സർക്കാരിനെ ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയല്ലേ? അന്ന് കോടതി വിധി വന്ന മിനിറ്റിൽ തന്നെ ഞങ്ങൾ റെഡിയാണ്, ഇതാ ആചാരങ്ങൾ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആവേശം കാണിച്ചത് ആരായിരുന്നു? പോലീസിനെ വിട്ട് വിശ്വാസികളെ തല്ലിച്ചതച്ചപ്പോൾ ഇല്ലാത്ത ഒരു ചർച്ച ഇപ്പോൾ എന്തിനാണ്? എം.എ. ബേബി ഇപ്പോൾ പറയുന്നത് മാറ്റങ്ങൾ വരുത്തുമ്പോൾ സമൂഹത്തിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി വേണം ചെയ്യാനെന്നാണ്. അന്ന് വിശ്വാസികളുടെ വികാരം ചവിട്ടിമെതിച്ചപ്പോൾ ഈ ബോധ്യം എവിടെയായിരുന്നു? വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നവോത്ഥാനമൊക്കെ എവിടെയോ വെച്ച് ഇപ്പോൾ ഭക്തരെ സോപ്പിടാൻ ഇറങ്ങിയിരിക്കുകയാണ് സഖാവ്. ഇതിനെയാണ് നമ്മൾ സാധാരണക്കാർ ശുദ്ധമായ ഉരുണ്ടുകളി എന്ന് വിളിക്കുന്നത്. 2018 സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഈ സഖാക്കളും സർക്കാരും കാട്ടിയ ആവേശം നമ്മൾ ആരും മറന്നിട്ടില്ല. സ്ത്രീ സമത്വം വരണം, ആചാരങ്ങൾ മാറണം, കോടതി വിധി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പോലീസിനെ ഉപയോഗിച്ച് ഭക്തരെ തല്ലി ചതച്ചവരാണിവർ. അന്ന് നവോത്ഥാനം പ്രസംഗിച്ചവർ വോട്ട് പെട്ടിയിൽ വീഴില്ലെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ പുതിയ നമ്പറുമായി വന്നിരിക്കുകയാണ്. കോടതി ഇപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, സർക്കാർ ചർച്ച ചെയ്യട്ടെ എന്നാണ് ബേബി പറയുന്നത്. സത്യത്തിൽ ഇത് വിശ്വാസികളെ വിഡ്ഢികളാക്കാനുള്ള ഒരു തന്ത്രമാണ്. അന്ന് കോടതി വിധി നടപ്പിലാക്കാൻ കാണിച്ച ആ വാശിയും വനിതാ മതിലുമൊക്കെ എവിടെ പോയി? ഇപ്പോൾ സമുദായ സംഘടനകളെ ബോധ്യപ്പെടുത്തിയിട്ടേ മാറ്റം വരുത്തൂ എന്ന് പറയുന്നത് വോട്ട് പോകാതിരിക്കാനുള്ള വെറും സോപ്പിടൽ മാത്രമാണ്. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയിട്ട് ഇപ്പോൾ സമാധാന പ്രിയനായി ചമയുന്ന ബേബിയുടെ വർത്തമാനം കേട്ട് കേരളം ചിരിക്കുകയാണ്. അടുത്തത് അതിലും ഗൗരവമുള്ള കാര്യമാണ്. പയ്യന്നൂരിൽ കൊല്ലപ്പെട്ട ധനരാജ് എന്ന സഖാവിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചെടുത്ത ഫണ്ടിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നുവെന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെ പുറത്തുവിട്ട പരാതിയാണ്. വീട് വെക്കാനും കടം വീട്ടാനും വേണ്ടി സാധാരണക്കാരായ അണികളിൽ നിന്ന് 10 രൂപയും 100 രൂപയും വാങ്ങിയുണ്ടാക്കിയ ആ പണം നേതാക്കൾ അടിച്ചു മാറ്റിയെന്നാണ് ആരോപണം. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബേബി പറയുന്നത് മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റാമെന്നാണ്. സാധാരണക്കാരൻ 5 രൂപ മാറ്റിവെച്ചാൽ അത് അഴിമതിയും, നേതാക്കൾ ലക്ഷങ്ങൾ മുക്കിയാൽ അത് മനുഷ്യ സഹജമായ തെറ്റുമാകുന്ന വിചിത്രമായ ലോജിക്കാണിത്. ഈ അഴിമതിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചാൽ BJP ചാനലിൽ പോയി പറഞ്ഞു എന്നതാണ് സഖാവിന്റെ വലിയ പരാതി. അഴിമതി നടന്നതിനേക്കാൾ വലിയ കുറ്റം അത് പുറത്തായതാണെന്ന രീതിയിലാണ് CPMന്റെ ന്യായീകരണം. നിങ്ങൾ ഒന്ന് നോക്കൂ, ഈ അഴിമതിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചാൽ BJP അനുകൂല ചാനലിൽ പോയി സംസാരിച്ചു എന്നതാണ് സഖാവിന്റെ വലിയ പരാതി. അഴിമതി നടന്നോ ഇല്ലയോ എന്നതല്ല ഇവിടെ പ്രശ്നം, അത് ഏത് ചാനലിലൂടെ പുറംലോകം അറിഞ്ഞു എന്നതാണ് വലിയ കുറ്റം. അതായത് പണം പോയാലും വേണ്ടില്ല, അത് കമ്മ്യൂണിസ്റ്റ് ചാനലിലൂടെ മാത്രമേ പറയാവൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? രക്തസാക്ഷികളുടെ കുടുംബത്തിന് കൊടുക്കേണ്ട പണം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാതെ ചാനലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം പോലും സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടിയെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യം ഇന്ന് അണികൾക്കിടയിൽ തന്നെയുണ്ട്. അത് മൂടിവെക്കാൻ വേണ്ടി പാർട്ടിയിൽ ആർക്കും പണം മോഷ്ടിക്കാൻ കഴിയില്ല എന്ന് ബേബി പറയുന്നത് കേട്ടാൽ ചിരിക്കാനേ കഴിയും. എന്തുകൊണ്ടാണ് ഈ വഴുതിമാറൽ? CPM ഇപ്പോൾ ഒരു വല്ലാത്ത കുരുക്കിലാണ്. ഒരു വശത്ത് നവോത്ഥാനം പ്രസംഗിച്ചില്ലെങ്കിൽ പഴയ പുരോഗമനവാദം നഷ്ടപ്പെടും, മറുവശത്ത് വിശ്വാസികളെ പിണക്കിയാൽ വോട്ട് കിട്ടില്ല. ഈ രണ്ടുമല്ലാത്ത രീതിയിൽ ഉരുണ്ട് കളിച്ച് സമയം കളയാനാണ് എം.എ. ബേബി ശ്രമിക്കുന്നത്. രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം പോലും കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തവർ എങ്ങനെ നാട് ഭരിക്കുമെന്ന ചോദ്യം ഇന്ന് സ്വന്തം അണികൾ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ചാനലിൽ വന്നോ ഇല്ലയോ എന്നതല്ല, പണം എവിടെ പോയി എന്നതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. ശബരിമലയുടെ പേരിൽ വിശ്വാസികളെയും ഫണ്ട് വിവാദത്തിൽ സ്വന്തം അണികളെയും ഒരേപോലെ പറ്റിക്കാനാണ് എം.എ. ബേബി നോക്കുന്നത്. ഒരു വശത്ത് വിപ്ലവകാരിയാകണം, മറുവശത്ത് വോട്ട് കിട്ടാൻ വിശ്വാസികളുടെ കാല് പിടിക്കണം. ഈ ഇരട്ടത്താപ്പാണ് ബേബിയുടെ വാക്കുകളിൽ നിറയുന്നത്. പയ്യന്നൂരിലെ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അത് അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷേ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ഉരുണ്ടുകളികൾ അധികകാലം ചെലവാകില്ല. നിങ്ങൾ എത്രയൊക്കെ സൈദ്ധാന്തിക കസർത്തുകൾ നടത്തിയാലും
കേരളത്തിലെ സാധാരണക്കാർക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാം. ശബരിമലയിലെ നവോത്ഥാന മതിൽ തകർന്നതും രക്തസാക്ഷി ഫണ്ട് ആവിയായതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബേബി വർത്തമാനങ്ങൾ കേട്ട് കൈയടിക്കാൻ ഇപ്പോൾ പഴയതുപോലെ ആൾക്കാർ ഉണ്ടാവില്ല എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും. വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകാൻ നേതാക്കൾ നന്നായി വിയർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മുടെ പിണറായി സർക്കാരിന്റെ കാര്യം നോക്കാം. അന്ന് കോടതി വിധി വന്ന അർദ്ധരാത്രിയിൽ നവോത്ഥാനം കൊണ്ടുവരാൻ വീറോടെ ഇറങ്ങിപ്പുറപ്പെട്ട ഇതേ സർക്കാർ ഇപ്പോൾ ഒരു പ്രത്യേകതരം നിശബ്ദതയിലാണ്. സത്യത്തിൽ സർക്കാരിന് എന്താണ് പറ്റിയത്? വോട്ട് പേടിച്ച വിശ്വാസികളുടെ മുമ്പിൽ മുട്ടിലിഴയുകയാണോ അതോ വഞ്ചിക്കുകയാണോ? അന്ന് നവോത്ഥാന മതിൽ കെട്ടാൻ സർക്കാർ സംവിധാനങ്ങളും ഖജനാവിലെ പണവും വരെ ഉപയോഗിച്ചവർ ഇന്ന് ശബരിമല എന്ന് കേൾക്കുമ്പോൾ ഒരൊറ്റ നേതാവിന് പോലും അങ്ങോട്ട് വിടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? സമുദായ സംഘടനകളെ ബോധ്യപ്പെടുത്തിയിട്ടേ ഇനി മാറ്റം വരുത്തൂ എന്ന് പറയുന്ന സർക്കാരിനോട് ഒരു ചോദ്യമുണ്ട്. അന്ന് അയ്യപ്പ ഭക്തരുടെ നെഞ്ചത്ത് പോലീസ് ചവിട്ടിയപ്പോൾ ഈ ബോധ്യം എവിടെയായിരുന്നു? അന്ന് കണ്ണീർ വാതകവും ലാത്തിയും ഉപയോഗിച്ചപ്പോൾ ഇല്ലാത്ത എന്ത് സമാധാന ചർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നത്? സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ ഉരുണ്ടുകളി കാണുമ്പോൾ സാധാരണക്കാർക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഭരണഘടനയും സ്ത്രീ സമത്വവും ഒക്കെ വെറും വർത്തമാനങ്ങൾ മാത്രമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി എന്തിനേയും പണയം വെക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടേതെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യമില്ലാത്ത, വോട്ടിനു വേണ്ടി ആചാരങ്ങളെ കറിവേപ്പില പോലെ മാറ്റിവെക്കുന്ന ഈ രീതിയാണോ നിങ്ങൾ ഇരട്ടച്ചങ്കൻ ഭരണം എന്ന് വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ സുഹൃത്തുക്കളെ. എം.എ. ബേബി എന്ന ഈ പഴയ സൈദ്ധാന്തിക സിംഹം ഇപ്പോൾ വെറും പാവം ഒരു പൂച്ചക്കുട്ടിയായി മാറിയിരിക്കുകയാണ്. പണ്ട് പുരോഗമനം പ്രസംഗിക്കാനും ആചാരങ്ങൾ മാറ്റാനും മുൻപന്തിയിൽ നിന്ന അതേ നാവുകൊണ്ട് ഇപ്പോൾ സംഘർഷം ഒഴിവാക്കണം, എല്ലാവരെയും ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരേ സമയം പുച്ഛവും പരിഹാസവുമാണ് തോന്നുന്നത്. സഖാവേ, നിങ്ങൾ പറഞ്ഞ ആ നവോത്ഥാനം ഇപ്പോൾ എവിടെയാണ് പോയി ഒളിച്ചത്? വോട്ടിനു വേണ്ടി ഏത് തത്വചിന്തയും പണയം വെക്കുന്ന ഈ രീതിയാണ് നമ്മൾ രാഷ്ട്രീയ അവസരവാദം എന്ന് വിളിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ ഉരുണ്ടുകളി ഉണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസികളെ വിഡ്ഢികളാക്കാനാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത്? അന്ന് അണികളെയും പോലീസിനെയും വിട്ട് അയ്യപ്പ ഭക്തരെ വേട്ടയാടിയപ്പോൾ തോന്നാത്ത ഈ വിവേകം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് വിശ്വാസികളുടെ വികാരം ചവിട്ടിമെതിക്കാൻ കാണിച്ച ആ ആവേശം ഇപ്പോൾ ഒരു ചർച്ചയുടെ മറവിൽ ഒളിപ്പിക്കാൻ നോക്കരുത്. പയ്യന്നൂരിലെ രക്തസാക്ഷികളുടെ ഫണ്ട് മുങ്ങിയതിനെ മനുഷ്യ സഹജമായ തെറ്റെന്ന് വിശേഷിക്കുമ്പോൾ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിന്റെ കണ്ണീരിന് നിങ്ങൾ എന്ത് വിലയാണ് നൽകുന്നത്? ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചാനലുകളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എന്ത് വിരോധാഭാസമാണ്? എം.എ. ബേബി സഹാവേ, അഴിമതിയെ വെള്ളപൂശാനും വിശ്വാസികളെ പറ്റിക്കാനും നിങ്ങൾ എത്രയൊക്കെ ഭാഷാ കസർത്തുകൾ നടത്തിയാലും സാധാരണക്കാരൻ എല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ വഴുതി മാറുന്ന മറുപടികൾ പാർട്ടിയുടെ തന്നെ വിശ്വാസ്യതയാണ് തകർക്കുന്നത്. വിപ്ലവം പ്രസംഗിക്കുന്ന നാവുകൊണ്ട് അഴിമതിയെ ന്യായീകരിക്കുമ്പോൾ പണ്ട് വിപ്ലവത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരുടെ ആത്മാക്കൾ പോലും നിങ്ങളെ പരിഹസിക്കുന്നുണ്ടാവും. ശബരിമലയിൽ നിങ്ങൾ കാണിച്ച ഇരട്ടത്താപ്പിനും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഈ നിലപാടിനും കാലം നിങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകും. എം.എ. ബേബി എത്രയൊക്കെ സൈദ്ധാന്തികമായി ഉരുണ്ടാലും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ വിദ്യകളൊന്നും ഇനി ചിലവാവില്ല. വിപ്ലവം എന്നത് പ്രസംഗിക്കാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. എപ്പോഴാണ് നിങ്ങൾ ഇത് പഠിക്കുക? ഈ ബേബി വർത്തമാനങ്ങൾ കേട്ട് തലയാട്ടാൻ ഇപ്പോൾ പഴയതുപോലെ ആൾക്കാർ ഉണ്ടാവില്ല എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും. വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ഈ മനുഷ്യ സഹജമായ തെറ്റുകളെ കുറിച്ച് ജനങ്ങൾ നിങ്ങളോട് തിരിച്ചു ചോദിക്കും. അന്ന് ഈ ഉരുണ്ടുകളി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.